ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മായ. അങ്ങനെ എൻ്റെ വളരെ കാലത്തൊരാഗ്രഹം സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ ആശ്രമത്തിലേക്കാണ്. അങ്ങനെ ഏകദേശം 7:15 ഞങ്ങൾ ആശ്രമത്തിലെത്തി. അക്കോമഡേഷൻ കൺഫേം ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ആര്യനെ ഇന്ദ്രനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവന്മാരുടെ അടുത്തേക്ക് ഒരു പട്ടിക്കുട്ടി വന്നത്. ആ പട്ടിക്കുട്ടിയുമായിട്ട് അവർ കളിക്കുന്നത് കാണാൻ വളരെ രസമായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കമ്പ് അവരുടെ ആ പട്ടിക്കുട്ടിയുടെ ചെവിയുടെ അകത്തൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു, മൂക്കിൽ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു, വായിൽ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആ പട്ടിക്കുട്ടിയാണെങ്കിൽ വളരെ കാമാൻ ക്വയറ്റായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ രസമായിരുന്നു അവരുടെ ആ ഒരു ഇൻട്രാക്ഷൻ, പട്ടിക്കുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ പട്ടിക്കുട്ടിക്ക് അവരോടുള്ള ഇൻട്രാക്ഷൻ കണ്ടുകൊണ്ട് ഇരിക്കാനായിട്ട് വളരെ രസമായിരുന്നു. ഞാൻ കുറച്ച് നേരം അവരോടൊപ്പം കണ്ടുകൊണ്ടിരുന്നു. അവരുടെ ഒരു ഇൻട്രാക്ഷനും കളി നല്ല രസമായിരുന്നു. ഏകദേശം ഒരു 9 മണിയായപ്പോൾ നമുക്ക് അക്കോമഡേഷൻ റെഡിയായി. ബസവയിലുള്ള 124ാമത്തെ റൂമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എനിക്ക് എപ്പോഴും ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഒരു ഹോംലി ഫീലാണ്. അതിപ്പോൾ കിട്ടുന്നത് ഏത് റൂമായി ആയാലും ശരി. ഞാൻ ആദ്യമായിട്ടാണ് ബസവയിൽ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാമം ക്വയറ്റായിട്ടുള്ളൊരു വൈബായിരുന്നു ആ റൂമിന്. ഞങ്ങൾ വേഗം തന്നെ എല്ലാവരും ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വിശാല കഫേയിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങളോടൊപ്പം മഞ്ജു ഉണ്ടായിരുന്നു. മഞ്ജു ഏകദേശം ആശ്രമത്തിൽ 20 വർഷത്തോളമായി ആശ്രമത്തിൽ. മഞ്ജു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എന്നതിലുപരി ഒരു സഹോദരി പോലെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയും ഇഡ്ഡലി എല്ലാം കഴിച്ച് വളരെ ഹാപ്പിയായി കുറച്ച് സമയം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ശേഷം വളരെ പതുക്കെ ഞങ്ങൾ വിശാലാക്ഷി മണ്ഡപത്തിലേക്ക് പോയി. വിശാലാക്ഷി മണ്ഡപം ഡിസൈൻ ചെയ്തത് ഗുരുജിയാണ്. ഗുരുജിയുടെ അമ്മയുടെ പേരാണ് വിശാലാക്ഷി എന്നായിരുന്നു. ആ പേരാണ് വിശാലാക്ഷി മണ്ഡപത്തിന് നൽകിയത്. ഒത്തിരി കോഴ്സുകൾ നടക്കുന്നതിനാൽ വിശാലാക്ഷി മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മഞ്ജുൻ്റെ ഓഫീസിൽ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര്യനേന്ദ്രൻ ടയേർഡായി. ഒത്തിരി വെയിലുണ്ടായിരുന്നതിനാൽ അവർ വളരെയധികം ടയേർഡായപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി കുറച്ച് നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ശിവ ടെമ്പിളിലേക്ക് വന്നു. ശിവ ടെമ്പിളിലാണ് നമുക്ക് ഗുരുജിയായിട്ടുള്ള ദർശനം അലോ ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 20,000-ഓളം ആളുകൾ അന്ന് ഗുരുജിയുടെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗുരുദർശനിലുണ്ടായിരുന്നു. ആര്യനേന്ദ്രൻ അവിടെ കുറേ നേരം ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരുജിയുടെ ദർശനം ലഭിച്ചത്. അങ്ങനെ ഞങ്ങൾ വന്ന കാര്യം എന്തിനാണെന്ന് വെച്ചാൽ ആര്യൻ്റെ ഇന്ദ്രൻ്റെയും വിദ്യാരംഭം കുറിക്കാനാണ്. അങ്ങനെ ഗുരുദേവ് അത് ഭംഗിയായിട്ടത് ചെയ്ത് തന്നു. വളരെയധികം സന്തോഷം എന്നതിൽ ഉപരി ആത്മനിർവൃത്തിയാണ് ഗുരുവിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ. അങ്ങനെ അവിടുത്തെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിശാലാക്ഷി മണ്ഡപത്തിലേക്ക് വന്നു. രാത്രിയിലെ വിശാലാക്ഷി മണ്ഡപം കാണാൻ പകൽ കാണുന്നതിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റാണ്. നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒന്നാണ് സത്സംഗം. അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും വാക്കുകൾക്ക് അതീതമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കളിച്ച് വീഡിയോസൊക്കെ എടുത്ത ശേഷം അപ്പോഴേക്കും ആര്യനേന്ദ്രനും വിശന്നു. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുമ്പോഴായിരുന്നു രജി ചേച്ചിനെയും കുട്ടികളെ ഓമനെയും പവനെയും ഞങ്ങൾ കണ്ടത്. അങ്ങനെ കുറച്ച് സമയം അവരായിട്ട് സ്പെൻഡ് ചെയ്തു, സംസാരിച്ച് നിന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അങ്ങനെ റൂമിലേക്ക് റൂമിലെത്തി ഞങ്ങൾ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആശ്രമത്തോട് ബൈ പറഞ്ഞിറങ്ങുകയാണ്. ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് 21 കിലോമീറ്റർ സൗത്ത് വെസ്റ്റ് കോർണറിലായി കനകപുര റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ, സീ യു.